ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്യാണ്. പ്രഭാവതിയും പ്രതാപനും കൂടി പാർവതി പറഞ്ഞ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ശരിക്കും ഗായത്രി ദേവിയുടെ ആത്മാവ് ഇവിടെ ഉണ്ടാകുമോ ചേച്ചി? ഉണ്ടെങ്കിൽ അവർ നമ്മളെ എപ്പോൾ വേണമെങ്കിലും കടിച്ചു കീറി കൊല്ലും. ആദ്യം അവരുടെ ആത്മാവ് ഇവിടെ ഉണ്ടോ എന്ന് വേണം നമുക്കറിയാൻ. എടാ, എനിക്ക് തോന്നുന്നത് ഇത് പാർവതി കെട്ടിച്ചമച്ച വെറും കഥകൾ മാത്രമാണെന്നാ. ഇല്ലെങ്കിൽ ഗായത്രി ദേവിയുടെ ആത്മാവ് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അവർ പറയാൻ പോകുന്നത് നമ്മൾ അവരെ കൊന്ന കാര്യമല്ലേ. ആ വിവരം ഗായത്രി ദേവി അവളോട് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ അവൾ നമ്മളോട് പെരുമാറുന്നത്. മാത്രവുമല്ല, അവൾ അത് വിശാലിനോട് പറയാതിരിക്കുമോ? വിശാലിനോട് പറഞ്ഞാൽ പിന്നീട് നടക്കാൻ പോകുന്നത് വൻ പൊട്ടിത്തെറി തന്നെ ആയിരിക്കും. ഇതുവരെ ഇങ്ങനെയൊന്നും സംഭവിക്കാത്തത് കൊണ്ട് തന്നെ അതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഗായത്രി ദേവിയുടെ ആത്മാവൊന്നും ഇവിടെ ഇല്ലെന്ന്. അപ്പൊ ചേച്ചി അന്ന് ജാസ്മിൻ പറഞ്ഞതോ, ജാസ്മിന്റെ ഫോണിൽ കണ്ടെന്ന്? സത്യത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നും അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ശക്തിയുണ്ടോ എന്നും നമുക്ക് മനസ്സിലാക്കണമെന്ന് പ്രതാപൻ പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, അതിന് നമുക്ക് ആവശ്യം അവളുടെ ജാതകമാണ്. അത് നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിക്കണം. പിന്നീട് കാണിക്കുന്നത് കയ്യിലെ നെയിൽ പോളിഷ് ഇട്ടുകൊണ്ടിരിക്കുന്ന പല്ലവിയെയാണ്. അതേസമയം പ്രഭാവതി അങ്ങോട്ടേക്ക് വരികയാണ്. എന്റെ മോളെ, നീ മുഖം മിനുക്കിയാൽ ഇല്ലെങ്കിലും നീ സുന്ദരി തന്നെയാ. നീ ചെന്ന് കയറുന്ന വീട്ടില് വെച്ചടി വെച്ചടി കയറ്റമായിരിക്കുമെന്ന് പ്രഭാവതി പറയുമ്പോൾ പല്ലവി മനസ്സിൽ പറയുകയാണ്, ഞാനതിന് ഇങ്ങോട്ടേക്ക് തന്നെയല്ലേ വരാൻ പോകുന്നത്. നീ എനിക്ക് പിറക്കാതെ പോയ മോളാണ് പല്ലവി. എനിക്കും രണ്ട് ആൺകുട്ടികളായിരുന്നു. ഇവിടെ വന്ന് കയറിയപ്പോൾ കിട്ടിയതും ഒരാൺകുട്ടിയെ തന്നെയാ. ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചവളാ ഞാൻ. പക്ഷേ ഈശ്വരൻ എനിക്ക് ആ വിധി തന്നില്ല. ഒരു പെൺകുട്ടി ഇല്ലാത്തതിന്റെ വിഷമം എനിക്ക് നന്നായി തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴേ എനിക്ക് ആ വിഷമമില്ല. അതിന്റെ കാരണം എന്താണെന്ന് നിനക്കറിയാമോ? ഞാൻ ആഗ്രഹിച്ച സ്ഥാനത്ത് എന്റെ മകളായി ഇപ്പോ നീയുണ്ടല്ലോ. ഇത് കേൾക്കുന്ന പല്ലവി മനസ്സിൽ പറയുകയാണ്, വിപിൻ സാറിന്റെ അമ്മയ്ക്ക് എന്നോട് ഇത്രയും സ്നേഹമുണ്ടല്ലോ. ഇനി പതിയെ ഇതിൽ പിടിച്ച് ഞാൻ വിപിൻ സാറിന്റെ ജീവിതത്തിലേക്ക് കയറും. ആ മോളെ പല്ലവി, ഞാനിപ്പോ വന്നതേ പാർവതിയുടെ ജാതകം ചോദിക്കാനായിരുന്നു. അതെന്തിനാ ഇപ്പോ ചേച്ചിയുടെ ജാതകമെന്ന് പല്ലവി ചോദിക്കുന്നു. പല്ലവി, പാർവതിയുടെ ജാതകം എവിടെയാ വെച്ചിരിക്കുന്നതെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ പല്ലവി പറയുകയാണ്, അത് പിന്നമ്മേ, അതിവിടെ ഇല്ല, അത് നാട്ടിലെ വീട്ടിലാണ്. അയ്യോ, അതിപ്പോ എങ്ങനെയാ എടുക്കുക എന്ന് പ്രഭാവതി പറയുമ്പോൾ പല്ലവി ചോദിക്കുകയാണ്, അല്ല അമ്മയ്ക്ക് ചേച്ചിയുടെ ഗ്രഹനില കിട്ടിയാൽ മതിയോ? ഗ്രഹനില ഉണ്ടെങ്കിൽ ജാതകം കിട്ടാൻ എളുപ്പമാ. പക്ഷേ അതെങ്ങനെ കിട്ടുമെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ പല്ലവി പറയുകയാണ്, അത് ഞാൻ എഴുതി തരാം. ഒരിത്തിരി സമയം തന്നാൽ മതി, ഞാനത് തയ്യാറാക്കി താഴേക്ക് കൊണ്ടുവരാം. മുത്തശ്ശൻ എന്നെ കൊണ്ട് പല പ്രാവശ്യം ചേച്ചിയുടെ ജാതകം നോക്കിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കത് മനപ്പാടമാ. എങ്കിൽ ശരി മോളെ, മോളത് തയ്യാറാക്കിക്കൊണ്ട് താഴേക്ക് വന്നാൽ മതിയെന്ന് പ്രഭാവതി പറയുന്നു. തുടർന്ന് പല്ലവി ആലോചിക്കുകയാണ്, അമ്മ എന്തിനാകും ചേച്ചിയുടെ ഗ്രഹനില ചോദിച്ചത്? എന്താണെങ്കിലും വരച്ചു കൊടുത്തേക്കാം. പിന്നീട് കാണിക്കുന്നത് വിശാലിനുള്ള ചായയുമായിട്ട് മുറിയിലേക്ക് പോകുന്ന പാറുവിനെയാണ്. പാർവതി, ഷഷ്ടിപുറത്തേക്ക് അമ്മ വരുമെന്ന് നീ പറഞ്ഞത് സത്യമാണോ? അമ്മ വരുമോ എന്ന് വിശാൽ ചോദിക്കുമ്പോൾ ഉറപ്പായി വരുമെന്നും പാറു പറയുന്നു. പിന്നെ പാർവതി, എനിക്ക് നിന്നോട് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. നീ അത് സാധിച്ചു തരണം. സാറിൻ്റെ ആഗ്രഹം എന്താണെങ്കിലും ഞാനത് സാധിച്ചു തരാമെന്ന് പാറു പറയുമ്പോൾ വിശാൽ പറയുകയാണ്, നമുക്ക് ഒരു കുഞ്ഞ് വേണ്ടേ? നിന്നെപ്പോലെ, എൻ്റെ അമ്മയെപ്പോലെ ഒരു പെൺകുഞ്ഞ്, ഒരു സുന്ദരിയായ പെൺകുഞ്ഞ് നമുക്ക് വേണ്ടേ? ഇത് കേൾക്കുന്ന പാറു നാണത്തോടെ തല കുനിച്ചുകൊണ്ട് പറയുകയാണ്, വേണം. എങ്കിലേ അതധികം വൈകിക്കണ്ട. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നാണത്തോടെ പാറു മുറിയിൽ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഗോപിനാഥിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന ശേഖരനെയാണ്. എടോ, പുറത്തെങ്ങാനും ആരെങ്കിലും ഉണ്ടോ എന്ന് ശേഖരനോട് ഗോപിനാഥ് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് ശേഖരൻ പറയുന്നു. എങ്കിൽ നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു മിരിക്കാം. രോഗിയായതുകൊണ്ട് ഈ കിടത്തമല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ആകെ മടുത്തിരിക്കുകയാ. തൻ്റെ മുഖത്തെന്തോ വിഷമമുള്ളതുപോലെ ഉണ്ടല്ലോ. തനിക്ക് എന്നോടെന്തെങ്കിലും പറയാനുണ്ടോ? തനിക്ക് എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാം. അതിനുള്ള സ്വാതന്ത്ര്യം അന്നും ഇന്നും തനിക്കുണ്ടെന്ന് ഗോപിനാഥ് പറയുമ്പോൾ ശേഖരൻ പറയുകയാണ്, എനിക്ക് സാറിനോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അത് ഇപ്പോഴല്ല, സമയമാകട്ടെ, അപ്പോൾ ഞാൻ പറയാം. പിന്നെ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതേ സാറിൻ്റെ ഷഷ്ടിപൂർത്തിക്ക് ആശംസകൾ നേരാനാ. ഇത് കേൾക്കുന്ന ഗോപിനാഥ് സന്തോഷത്തോടെ ശേഖരനെ നോക്കുമ്പോൾ ശേഖരൻ പറയുകയാണ്, പക്ഷേ സാറിൻ്റെ ഷഷ്ടിപൂർത്തിക്ക് മുമ്പ് ഇവിടെ സന്തോഷമുള്ളൊരു കാര്യം നടക്കും. സാറിൻ്റെ ഷഷ്ടിപൂർത്തിക്ക് മുമ്പ് ഈ വീടിനെ ബാധിച്ചിരിക്കുന്ന എല്ലാ ബാധകളും ഒഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് ശേഖരൻ മുറിയിൽ നിന്നും പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ പച്ചക്കറികൾ അരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന പാറുവിനെയാണ്. അതേസമയം ജാസ്മിൻ അങ്ങോട്ടേക്ക് ചെന്ന്, നിനക്ക് ഇതൊക്കെ ചെയ്യാനാ വിധിയെന്നും ഒരിക്കലും ചെയർപേഴ്സന്റെ സ്ഥാനത്ത് ഇരിക്കാൻ ഒരു യോഗ്യതയും നിനക്കില്ലെന്നും പറഞ്ഞ് പാറുവിനെ പരിഹസിക്കുകയാണ്. എൻ്റെ ജാസ്മിൻ, ഞാൻ എന്ത് ജോലി ചെയ്യണമെന്നും ഞാൻ ഏത് സ്ഥാനത്തിരിക്കണമെന്നുമൊക്കെ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാ. പിന്നെ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞ് നിന്നെക്കൊണ്ട് തന്നെ ഞാൻ മാറ്റി പറയിച്ചിരിക്കും. അത് വൈകാതെ തന്നെ ഉണ്ടാകും, നീ കാത്തിരുന്നു. പിന്നെ നിനക്ക് ചുമ്മാതെ നടക്കുന്നതിൻ്റെ എന്തെങ്കിലും രോഗമാണെങ്കിലേ ഈ പച്ചക്കറി ഇവിടെ നിന്ന് അരിഞ്ഞോ, എനിക്കെങ്ങും വയ്യെന്ന് പറഞ്ഞ് ജാസ്മിൻ പോകുമ്പോൾ ജാസ്മിനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് പാറു.
പിന്നീട് കാണിക്കുന്നത് വിശാലിനെയാണ്. കുറെ കവറുകളുമായി അകത്തേക്ക് കയറി വരികയാണ് വിശാൽ. വിശാൽ സാറിന്റെ കയ്യിൽ കുറെ കവറുകൾ ഉണ്ടല്ലോ എന്ന് പല്ലവി ചോദിക്കുമ്പോൾ വിശാൽ പറയുകയാണ്, നീ ഇവിടുത്തെ സ്ത്രീകളെ എല്ലാം വിളിച്ചുകൊണ്ട് വാ. അങ്ങനെ പല്ലവി എല്ലാവരെയും വിളിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന പ്രഭാവതി ചോദിക്കുകയാണ്, എന്ത് ഗിഫ്റ്റാടാ അത്? ഇത് കേൾക്കുന്ന എല്ലാവരും സന്തോഷത്തോടെ വിശാലിന്റെ കയ്യിലേക്ക് നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.